നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ചാപ്റ്റർ 2 തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32 ഒന്നാമത്തെ സെറ്റ് ചോദ്യവും പേജ് നമ്പർ 35, 36 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32 ചോദ്യം, ഫൈൻഡ് ദ അതർ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഐസോസെലസ് ട്രയാങ്കിൾസ് ബിലോ. ചുവടെ വരച്ചിരിക്കുന്ന സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. നമുക്ക് 4 സമപാർശ്വ ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്, ഓരോ കോണുകളും തന്നിട്ടുണ്ട്. മറ്റു കോണുകൾ കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സമപാർശ്വ ത്രികോണം എങ്ങനെയാണ്? നമുക്ക് ചിത്രത്തിന് പേര് കൊടുക്കാം ABC. ചോദ്യത്തിലെ ചിത്രത്തിൽ നിന്ന് തന്നെ ഈ 2 വശങ്ങൾ തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ 30 ഡിഗ്രി ആകുമ്പോൾ തുല്യവശമായ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും 30 ഡിഗ്രിയാണ്. ഇനി കോൺ C ആണ് കാണേണ്ടത്. ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക സം ഓഫ് ദ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ആണെന്ന് നമുക്കറിയാം. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180. അതിൽ ആംഗിൾ Aയും Bയും 30 വീതമാണ്. 30 പ്ലസ് 30 പ്ലസ് ആംഗിൾ C ആണ് അറിയാത്തത് സമം 180. 30 30 60 പ്ലസ് ആംഗിൾ C ഈക്വൽസ് 180. അപ്പോൾ ആംഗിൾ C ഈക്വൽസ് 180. 60 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -60 ഈക്വൽസ് 120. ആംഗിൾ C സമം 120. അപ്പോൾ ഈ കോൺ 120 ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലെ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഈ 2 വശങ്ങളാണ് തുല്യമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഈ 2 കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ത്രികോണത്തിനും നമുക്ക് പേര് കൊടുക്കാം ABC. ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ആണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180. ആംഗിൾ A 40 ആണ്. പ്ലസ് ആംഗിൾ Bയും ആംഗിൾ Cയുമാണ് നമുക്ക് അറിയാത്തത് സമം 180. ഇതിൽ നിന്ന് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180. ഈ 40 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -40 സമം 140. ഈ 2 കോണുകളുടെ തുക 140 ആണ്. അതേസമയം 2 ആംഗിളും ഈക്വലുമാണ്. അപ്പോൾ ആംഗിൾ B സമം ആംഗിൾ C എന്നുള്ളത് അത് കൂട്ടുമ്പോൾ 140ഉം അത് ഓരോന്നും തുല്യവുമാണെങ്കിൽ ഓരോ കോണുകളും ഈ 140ൻ്റെ പകുതി വീതമായിരിക്കും സമം 70. ആംഗിൾ B സമം ആംഗിൾ C സമം 70. അപ്പോൾ ഈ കോണും 70 ആണ്, ഈ കോണും 70 ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലെ ത്രികോണത്തിൽ നിന്ന് ഈ 2 വശവുമാണ് തുല്യമായിട്ട് നമ്മൾ കാണുന്നത്. ഈ ത്രികോണത്തിനും പേര് കൊടുക്കാം ABC. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180. കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C സമം 180. അതിൽ കോൺ A ആണ് നമുക്കറിയാം 100 പ്ലസ് കോൺ B പ്ലസ് കോൺ C സമം 180. ഇത് രണ്ടും നമുക്കറിയില്ല. അപ്പോൾ കോൺ B പ്ലസ് കോൺ C സമം 180. 100 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -100 സമം 80. അപ്പോൾ കോൺ B പ്ലസ് കോൺ C സമം 80. 2 കോണുകളുടെ തുക 80 ആണ്. 2 കോണുകളും തുല്യവുമാണെങ്കിൽ ഓരോന്നും 80ൻ്റെ പകുതി വീതമായിരിക്കും, അതായത് 40. കോൺ B സമം കോൺ C സമം 40. അപ്പോൾ ഈ കോൺ 40 ആണ്, ഈ കോണും 40 ആണ്. ഈ ത്രികോണത്തിൽ കോണിൻ്റെ അളവ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. ഈ ചിത്രത്തിൽ ഈ 2 വശങ്ങളുമാണ് തുല്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയുമാണ്. അപ്പോൾ ഇതിനും പേര് കൊടുക്കുമ്പോൾ ABC. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C 3 കോണുകളുടെയും തുക 180 ആണ്. കോൺ A എന്നുള്ളത് 90 പ്ലസ് കോൺ B പ്ലസ് കോൺ C സമം 180. അതിൽ നിന്ന് കോൺ B പ്ലസ് കോൺ C സമം 180. 90 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -90 സമം 180ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ 90. അപ്പോൾ കോൺ B പ്ലസ് കോൺ C സമം 90. അപ്പോൾ 2 കോണുകളുടെ തുക 90 ആണ്. 2 കോണുകളും തുല്യവുമാണ്. അപ്പോൾ 90ൻ്റെ പകുതി വീതമായിരിക്കും സമം 45. അപ്പോൾ കോൺ B സമം കോൺ C സമം 45. ഈ കോൺ 45 ആണ്, ഈ കോണും 45 ആണ്, ഇത് 90 ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35, 36 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 120. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ടു സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. അങ്ങനെയുള്ളൊരു ത്രികോണമാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ രണ്ട് വശങ്ങളാണ് തുല്യമായിട്ടുള്ളത്. ഇതിൽ ഒരു കോൺ 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് കോണുകൾ എന്തെല്ലാം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ത്രികോണത്തിന് പേര് കൊടുക്കാം ABC. ഇതിൽ ഒരു കോൺ 120 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കോണാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ രണ്ട് തുല്യവശങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ABയും ACയും ആണ് തുല്യവശങ്ങൾ. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്, അതാണ് നമ്മൾ പഠിച്ചത്. AB എന്ന വശത്തിനെതിരെ കിടക്കുന്ന ഈ കോൺ Cയും AC എന്ന വശത്തിനെതിരെ കിടക്കുന്ന കോൺ Bയും തുല്യമാണ്. ഇത് 120 എന്നുള്ളത് ഈ തുല്യമായ കോണുകളാണ്. കോൺ Bയും കോൺ Cയും കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 120 + 120 = 0, 4, 2 240 എന്ന് കിട്ടും. 120 120 കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 240 എന്ന് കിട്ടും. ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. അതുകൊണ്ട് ഈ തുല്യമായ കോണുകളാണ് 120 എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഈ കോൺ A ആണ് 120 ആകുന്നത്. ഇനി മറ്റു കോണുകൾ കാണാൻ, ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ കോൺ A + കോൺ B + കോൺ C = 180. അതിൽ കോൺ A എന്നുള്ളത് 120 ആണ്. പ്ലസ് കോൺ B + കോൺ C = 180. ആംഗിൾ B + C ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആംഗിൾ B + ആംഗിൾ C = 180. 120 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -120 = 60. അപ്പോൾ കോൺ B + കോൺ C = 60. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 60 കിട്ടും. ഓരോന്നും തുല്യവുമാണെങ്കിൽ കോൺ B = കോൺ C. അപ്പോൾ 60ൻ്റെ പകുതിയായ 30 ആയിരിക്കും ഓരോന്നും. അപ്പോൾ കോൺ B = കോൺ C = 30. ഇതിലെ തുല്യമായ കോണുകൾ എന്നുള്ളത് 30ഉം 30ഉമാണ്. Second question. The picture shows a triangle drawn by joining the center of a circle and 2 points on the circle. Calculate the other 2 angles of the triangle. ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക. ഇതാണ് ചോദ്യം. വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ മറ്റു രണ്ട് ബിന്ദുക്കളും കൂടി യോജിപ്പിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കുന്നു. അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ് എങ്കിൽ ത്രികോണത്തിൻ്റെ മറ്റു കോണുകൾ കണ്ടെത്തുക. നമുക്ക് ഈ ത്രികോണത്തിന് പേര് കൊടുക്കാം ABC. ഈ ABC എന്ന ത്രികോണത്തിൽ ABയും ACയും വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അതുകൊണ്ട് AB = AC ആണ്. ഈ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ത്രികോണം ABC എന്നുള്ളത് ഒരു സമപാർശ്വ ത്രികോണമാണ്, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആവും. AB എന്ന വശത്തിന് എതിരെ കിടക്കുന്ന ആംഗിളാണ് കോൺ C എന്നുള്ളതും AC എന്ന വശത്തിനെതിരെയുള്ളതാണ് കോൺ B. അപ്പോൾ കോൺ B = കോൺ C ആവും. അപ്പോൾ അതിൽ തുല്യമല്ലാത്ത മറ്റൊരു കോണും തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ത്രികോണം ABCയിൽ ഇൻ ട്രയാങ്കിൾ ABC AB = AC. കാരണം ആരങ്ങൾ തുല്യമാണ്. റേഡിയൈ ഓഫ് സർക്കിൾ. Therefore ആംഗിൾ B = ആംഗിൾ C. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ കോൺ A + കോൺ B + കോൺ C = 180. അതിൽ ആംഗിൾ A എന്നുള്ളത് 60 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് കോൺ B + കോൺ C = 180. ഇതാണ് നമുക്ക് കാണേണ്ടത്. ആംഗിൾ B + ആംഗിൾ C = 180. 60 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -60 180ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ 120. ആംഗിൾ B + ആംഗിൾ C = 120. ഈ രണ്ട് കോണുകൾ കൂടെ കൂട്ടുമ്പോൾ 120ഉം രണ്ടും തുല്യവുമാണെങ്കിൽ ഓരോന്നും ഈ 120ൻ്റെ പകുതി വീതാവും. അപ്പോൾ കോൺ B = കോൺ C = 120. 120/2 = 60. അപ്പോൾ ആംഗിൾ B = ആംഗിൾ C = 60. അപ്പോൾ ഓരോ കോണുകളും 60 വീതമാവും. അപ്പോൾ ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും 60 വീതമാണ്. ഇത് സമപാർശ്വ ത്രികോണമാണ്.
അതേസമയം ഇതൊരു സമഭുജ ത്രികോണമാണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിളും കൂടിയാണ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ മാത്രമല്ല 3 വശങ്ങളും തുല്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോസ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. 2 of the angles formed by joining these points to the center of the circle are also given. Calculate the third angle at the center. Calculate all the angles of the large green triangle in the circle. ചിത്രത്തിൽ ഒരു വൃത്തത്തിലെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. വൃത്തത്തിലെ ബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന 3 കോണുകളിൽ 2 എണ്ണത്തിൻ്റെ അളവും പറഞ്ഞിട്ടുണ്ട്. വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ കണക്കാക്കുക. വൃത്തത്തിലെ വലിയ പച്ച ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക. ചിത്രത്തിൽ വൃത്തത്തിലെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ആ 3 ബിന്ദുക്കൾ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന 2 കോണുകൾ തന്നിട്ടുണ്ട്. അതിലെ 3ാമത്തെ കോൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ വലിയ ത്രികോണമായ ഈ പച്ച ത്രികോണത്തിൻ്റെ 3 കോണുകളും കണ്ടുപിടിക്കുക, അതാണ് 2ാമത്തെ ചോദ്യം. നമുക്ക് ത്രികോണത്തിന് പേര് കൊടുക്കാം. ABC, വൃത്തകേന്ദ്രം O. 1ാമത്തെ ചോദ്യം, ഈ വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ BOC കാണുക എന്നുള്ളതാണ്. വൃത്തകേന്ദ്രത്തിന് ഈ സെൻറ്ററിന് ചുറ്റുമുള്ള ഈ ആംഗിൾസിൻ്റെ സം എന്നുള്ളത് തുക 360 ആണ്. അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ 3 കോണുകളുടെ തുക 360 ആണ്. അതിലെ 2 കോണുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് 3ാമത്തെ കോൺ കണ്ടുപിടിക്കാം. ഈ കോണിനെ നമുക്ക് ആംഗിൾ AOC എന്ന് പറയാം. ഇത് ആംഗിൾ AOB ആണ്. ആംഗിൾ BOC ആണ് കാണാനുള്ളത്. അപ്പോൾ ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC സമം 360. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ആംഗിൾ AOC എന്നുള്ളത് 120 ആണ് തന്നിട്ടുള്ളത്. ആംഗിൾ AOB 110 ആണ് തന്നിട്ടുള്ളത്. ആംഗിൾ BOC ഇതാണ് കാണാനുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 360. 120 പ്ലസ് 110, 120 പ്ലസ് 110, 0, 2 1 3, 1 2, 230 പ്ലസ് ആംഗിൾ BOC സമം 360. അപ്പോൾ ആംഗിൾ BOC എന്നുള്ളത് 360, 230 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 230. 360 നിന്ന് 230 മൈനസ് ചെയ്യുമ്പോൾ 0, 6 നിന്ന് 3 പോയാൽ 3, 3 നിന്ന് 2 പോയാൽ 1 സമം 130. ആംഗിൾ BOC എന്നുള്ള ഈ ആംഗിള് 130 ആണ്. ഇതാണ് നമ്മുടെ 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം, പച്ച നിറത്തിലുള്ള വലിയ ത്രികോണം ABCയുടെ എല്ലാ കോണുകളും കാണുക എന്നുള്ളതാണ്. ഈ ത്രികോണത്തിൻ്റെ ഓരോ മൂലയിലും വെർട്ടെക്സിലും 2 കോണുകൾ വീതമുണ്ട്. ഈ കോണുകൾ കണ്ടുപിടിച്ച് അവ കൂട്ടിയാൽ നമുക്ക് വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ കിട്ടും. വലിയ ത്രികോണം ABC 3 ചെറിയ ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ത്രികോണം AOC, ത്രികോണം AOB, ത്രികോണം BOC എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ത്രികോണം AOB എടുക്കാം. ത്രികോണം AOB. ഈ ത്രികോണം AOBയിൽ OA സമം OB ആണ്. അതായത് ഈ 2 വശങ്ങളും തുല്യമാണ്. കാരണം അത് വൃത്തത്തിൻ്റെ ആരങ്ങളാണ്, റേഡിയസുകളാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവും. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമാവും. തുല്യമല്ലാത്ത ഒരു കോൺ 110 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കോണുകൾ കാണാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ആണെന്ന് അറിയാം. അപ്പോൾ ഈ 3 കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഇവിടെ 2 കോണുകൾ ഉള്ളത് കൊണ്ട് 3 ലെറ്റർ ഉപയോഗിച്ച് വേണം കോണുകളുടെ പേരെഴുതാൻ. ഈ കോൺ OAB പ്ലസ് ഈ കോൺ എന്നുള്ളത് കോൺ OBA പ്ലസ് ഈ കോൺ എന്നുള്ളത് കോൺ AOB. ഈ ത്രികോണത്തിൻ്റെ 3 കോണുകളാണ് നമ്മൾ എഴുതിയത്. ഈ കോൺ എന്നുള്ളത് കോൺ OAB, ഇത് കോൺ OBA, കേന്ദ്രത്തിലുള്ള ഈ കോൺ AOB. ആ 3 കോണുകളുടെയും തുക 180 ആണ്. കാരണം ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ആണ്. OAB, OBA ഇത് രണ്ടുമാണ് നമുക്ക് അറിയാത്തത്. കേന്ദ്രത്തിലുള്ള AOB എന്നുള്ളത് 110 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA പ്ലസ് തന്നിട്ടുള്ള കോൺ 110 സമം 180. അപ്പോൾ ആംഗിൾ OAB
പ്ലസ് ആംഗിൾ ഒ ബി എ സമം 180. 110 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 110 സമം 180 നിന്ന് 110 മൈനസ് ചെയ്താൽ 70. ഈ രണ്ട് കോണുകളുടെ തുക 70ഉം അവ തുല്യവുമാണെങ്കിൽ ഓരോ കോണും ഈ 70ൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ആംഗിൾ ഒ എ ബി സമം ആംഗിൾ ഒ ബി എ സമം 70/2 സമം 35. അപ്പോൾ ഓരോ കോണും 35 വീതമാവും. ഈ കോൺ 35 ഈ കോണും 35. ഇനി അടുത്ത ത്രികോണം ബി ഒ സി എടുക്കാം. ഈ വൃത്തത്തിലും ഒ ബി ഒ സി എന്നുള്ളത് വൃത്തത്തിന്റെ ആരങ്ങളാണ്. അതുകൊണ്ട് ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഈ ത്രികോണത്തിൽ ഒ ബി സമം ഒ സി, രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാകും. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ ഈ കോണാണ്, ഈ വശത്തിനെതിരെയുള്ള കോൺ ഈ കോണാണ്. ഇതിലും ഈ ത്രികോണം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കോണുകൾ കണ്ടുപിടിക്കാം. ഈ കോൺ എന്നുള്ളത് കോൺ ഒ ബി സി ആണ്. കോൺ ഒ ബി സി പ്ലസ് ഈ കോൺ എന്നുള്ളത് കോൺ ഒ സി ബി ആണ്. കോൺ ഒ സി ബി പ്ലസ് ഈ കേന്ദ്രത്തിലുള്ള ഈ കോൺ ബി ഒ സി ആണ്. കോൺ ബി ഒ സി. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ 3 കോണുകൾ, ഈ കോൺ എന്നുള്ളത് കോൺ ഒ ബി സി, ഈ കോൺ എന്നുള്ളത് കോൺ ഒ സി ബി, ഈ കേന്ദ്രത്തിലെ ഈ കോൺ ബി ഒ സി. ഈ 3 കോണുകളുടെയും തുക 180. ഈ രണ്ട് കോണുകളാണ് നമുക്ക് കാണാനുള്ളത്. കോൺ ബി ഒ സി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ ഒ ബി സി പ്ലസ് കോൺ ഒ സി ബി പ്ലസ് കോൺ ബി ഒ സി നമുക്കറിയാം, നമ്മൾ 130 കണ്ടുപിടിച്ചിട്ടുണ്ട്. 130 സമം 180. അപ്പോൾ കോൺ ഒ ബി സി പ്ലസ് കോൺ ഒ സി ബി സമം 180. 130 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 130 സമം 50. ഈ രണ്ട് കോണുകളുടെ തുക 50. ഓരോന്നും തുല്യവുമാണ്. അതുകൊണ്ട് ഓരോ കോണും ഈ 50ൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ കോൺ ഒ ബി സി സമം കോൺ ഒ സി ബി സമം 50/2 സമം 25. അപ്പോൾ ഓരോ കോണും 25 വീതമായിരിക്കും. അപ്പോൾ ഈ കോൺ 25, ഈ കോൺ 25. മൂന്നാമത്തെ ത്രികോണം എടുക്കാം. ത്രികോണം എ ഒ സി. ഇതിലും ഒ സി സമം ഒ എ ആണ്, വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അതുകൊണ്ട് ഇതും സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഒ എ സമം ഒ സി. ഈ ത്രികോണത്തിൽ ഒരു കോൺ തന്നിട്ടുണ്ട്, മറ്റ് രണ്ട് കോണുകൾ നമുക്ക് എഴുതാം. ഈ കോൺ എന്നുള്ളത് കോൺ ഒ എ സി ആണ്. കോൺ ഒ എ സി പ്ലസ് കോൺ ഒ സി എ. കോൺ ഒ സി എ പ്ലസ് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എ ഒ സി. ഇതിൻ്റെ തുക 180. കാരണം ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180. ഈ രണ്ട് കോണുകളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ കോൺ ഒ എ സി പ്ലസ് കോൺ ഒ സി എ പ്ലസ് കോൺ എ ഒ സി നമുക്ക് തന്നിട്ടുണ്ട് 120. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് 180. കോൺ ഒ എ സി പ്ലസ് കോൺ ഒ സി എ സമം 180. 120 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 120 സമം 60. ഈ രണ്ട് കോണുകളുടെ തുക 60. ഓരോന്നും തുല്യവുമാണെങ്കിൽ ഓരോ കോണും ഈ 60ൻ്റെ പകുതിയായിരിക്കും. ആംഗിൾ ഒ എ സി സമം ആംഗിൾ ഒ സി എ സമം 60/2 സമം 30 വീതമായിരിക്കും ഓരോ കോണും. ഈ ഓരോ കോണും 30 വീതമാണ്. ത്രികോണം എ ബി സിയുടെ എല്ലാ വെർട്ടെക്സിലുമുള്ള കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഇപ്പോൾ ത്രികോണം എ ബി സിയിൽ കോൺ എ എന്നുള്ളത് 30 + 35 30 + 35 സമം 65. അപ്പോൾ കോൺ എ സമം 65. ഇനി കോൺ ബി എന്നുള്ളത് 35 + 25 സമം 60. അപ്പോൾ കോൺ ബി 60. ഇനി കോൺ സി എന്നുള്ളത് 25 30 25 + 30 സമം 55. അപ്പോൾ കോൺ സി എന്നുള്ളത് 55. ഇതാണ് വലിയ ത്രികോണം എ ബി സിയുടെ 3 കോണുകൾ. Fourth question. Calculate the areas of each of the triangles below.
നമുക്ക് 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുവടെ കാണിച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളുടെയും പരപ്പളവ് കണക്കാക്കുക. 2 ത്രികോണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ത്രികോണം 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ഈ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഈ ത്രികോണത്തിനൊരു പേര് കൊടുക്കാം, ABC. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്നുള്ളത് ഹാഫ് PH ആണ്. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ പരപ്പളവ് കാണാൻ BC നമ്മൾ ബേസായി പാദമായിട്ടെടുത്താൽ ഇതിൻ്റെ എതിർമൂലയിൽ നിന്ന്, ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ BCയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബമാണ് ഈ BCയിലേക്കുള്ള ഉന്നതി, അതായത് ഹൈറ്റ് എന്നുള്ളത്. എതിർമൂലയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ AD ആണ് BCയിലേക്കുള്ള എതിർമൂലയിൽ നിന്നുള്ള ഉന്നതി. ഇനി നമ്മൾ പഠിച്ചതാണ് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ആ തുല്യമായ വശങ്ങൾ ചേരുന്ന ഈ മൂലയിൽ നിന്ന്, ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഈ എതിർവശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബം എന്നുള്ളത് ഈ BCയെ തുല്യമായി ഭാഗിക്കുന്നു. അതായത് BCയുടെ നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ BD എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ, DC എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ. ഇത് ലംബമായതുകൊണ്ട്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ആംഗിൾസ് 90 ഡിഗ്രിയാണ്. നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ത്രികോണം ADB, ത്രികോണം ADC. ഈ 2 ത്രികോണങ്ങളും മട്ടത്രികോണങ്ങളാണ്. കാരണം AD ലംബമായിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോണുകൾ 90 ഡിഗ്രിയാണ്. പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ നമുക്ക് ഈ ഈ AD കാണേണ്ടതുണ്ട്. അതിനായി നമുക്കിതിലെ ഒരു മട്ടത്രികോണം ഒന്ന് കൺസിഡർ ചെയ്യാം. മട്ടത്രികോണം ADB എടുക്കാം. മട്ടത്രികോണം ADB. ഈ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് ഹൈപ്പോട്ടന്യൂസ്, കർണം. ഇതാണ് ഹൈറ്റ് അല്ലെങ്കിൽ ലംബം. ഇതാണ് പാദം, ബേസ് എന്നുള്ളത്. അപ്പോൾ പൈത്തഗോറസ് തിയറം എന്നുള്ളത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതിൽ പാദം ബേസ് എന്നുള്ളത് BD ആണ്. അപ്പോൾ BD സ്ക്വയർ പ്ലസ് ലംബം എന്നുള്ളത് AD സ്ക്വയർ ഈക്വൽസ് AB സ്ക്വയർ ആണ് കർണം എന്നുള്ളത്, ഹൈപ്പോട്ടന്യൂസ്. ഇനി BD നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ, BC 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഈ AD എന്നുള്ളത് ഈ 8 സെൻറ്റിമീറ്ററിനെ സമഭാഗം ചെയ്തതുകൊണ്ട് BD എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ BD സ്ക്വയർ എന്നുള്ളത് 4 സ്ക്വയർ പ്ലസ് AD സ്ക്വയർ, അതാണ് നമുക്കറിയാത്തത്, AD സ്ക്വയർ സമം AB സ്ക്വയർ, കർണം എന്നുള്ളത് 5 ആണെന്ന് തന്നിട്ടുണ്ട്, 5 സ്ക്വയർ. ഇതിൽ നിന്ന് AD സ്ക്വയർ സമം 5 സ്ക്വയർ, ഈ 4 സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 സ്ക്വയർ സമം 5 സ്ക്വയർ. 5 സ്ക്വയർ എന്നുള്ളത് 5 ഇൻറ്റു 5 സമം 25, -4 സ്ക്വയർ എന്നുള്ളത് 4 ഇൻറ്റു 4 സമം 16. അപ്പോൾ 16 സമം 25 - 16 9. അപ്പോൾ AD സ്ക്വയർ സമം 9, AD സമം √9, 9ന്റെ വർഗ്ഗമൂലം. 9ന്റെ ഘടകങ്ങൾ 3 × 3, ഈ 2 3ൽ നിന്ന് ഒരു 3 പുറത്തേക്ക് എടുക്കുന്നതാണ് ഇതിൻ്റെ വർഗ്ഗമൂലം. അപ്പോൾ AD സമം 3. ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാം. ഹാഫ് BH ആണ്, സമം ഹാഫ് ഇൻറ്റു പാദം എന്നുള്ളത് BC ആണ്, ബേസ്, ഇൻറ്റു AD ആണ് ഉന്നതി, സമം 1/2 ഇൻറ്റു BC എന്നുള്ളത് 8 ആണ്, ഇൻറ്റു AD ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 3. ഈ 2 8ൽ 4 പ്രാവശ്യം ഹരിച്ചു പോവും. ബാക്കിയുള്ളത് 4 × 3. അപ്പോൾ 4 × 3 സമം 12, സമം 12 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ. രണ്ടാമത്തെ ത്രികോണം, ഇതും സമപാർശ്വ ത്രികോണമാണ്. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഈ ബേസ് പാദം എന്നുള്ളത് 8 സെൻറ്റിമീറ്ററിന് പകരം 6 സെൻറ്റിമീറ്റർ ആയെന്ന് മാത്രം. ഇതേപോലെ തന്നെ നമുക്കിത് ചെയ്യാം. ത്രികോണത്തിന് പേര് കൊടുക്കാം ABC. BC ആണ് പാദമായിട്ട് എടുക്കുന്നത്. അപ്പോൾ BCയിലേക്ക് എതിർമൂലയിൽ നിന്നുള്ള ഉന്നതി, ഇത് നമുക്ക് D എന്ന് പേര് കൊടുക്കാം.
ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എ ബിയും എ സിയുമാണ് തുല്യവശങ്ങൾ. ആ തുല്യവശങ്ങൾ ചേരുന്ന ഈ മൂലയിൽ നിന്ന് എതിർവശത്തിലേക്കുള്ള ലംബമാണ് ഈ എ ഡി എന്നുള്ളത്. ഈ എ ഡി എന്ന ലംബം ബി സിയെ സമഭാഗം ചെയ്യുന്നു, തുല്യമായി ഭാഗിക്കുന്നു, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബി സി 6 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ബി ഡി 3 സെൻറ്റിമീറ്റർ, ഡി സി എന്നുള്ളതും 3 സെൻറ്റിമീറ്റർ. ത്രികോണത്തിൻ്റെ പരപ്പളവ് ഹാഫ് ബി എച്ച് ആണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച്. അപ്പോൾ ബേസ് പാദം എന്നുള്ളത് ബി സി ആണ്, അത് നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്നറിയാം. ഇനി എ ഡി ആണ് കാണേണ്ടത്. അതിനായി നമുക്ക് ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണങ്ങളുണ്ട്. ഒരു മട്ടത്രികോണം പരിഗണിച്ച് അതിൽ നിന്ന് ഈ ലംബം കണ്ടുപിടിക്കാം. അപ്പോൾ ത്രികോണം എ ഡി ബി എടുക്കാം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽസ് കർണം സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എഴുതി. പാദം എന്നുള്ളത് ബി ഡി ആണ്, ബി ഡി സ്ക്വയർ പ്ലസ് ലംബം എന്നുള്ളത് എ ഡി സ്ക്വയർ ഈക്വൽസ് കർണം എന്നുള്ളത് എ ബി. 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമാണ് കർണം. അപ്പോൾ എ ബി ആണ് കർണം, എ ബി. അപ്പോൾ കർണം സ്ക്വയർ എന്നുള്ളത് എ ബി സ്ക്വയർ. ബി ഡി എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. ബി സി 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. എ ഡി ബി സിയെ സമഭാഗം ചെയ്തതുകൊണ്ട്, തുല്യമായി ഭാഗിച്ചതുകൊണ്ട് ബി ഡി എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി ഡി സ്ക്വയർ എന്നുള്ളത് 3 സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ, അതാണ് നമുക്ക് കാണാനുള്ളത്, സമം എ ബി സ്ക്വയർ. എ ബിയുടെ നീളം 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി സ്ക്വയർ എന്നുള്ളത് 5 സ്ക്വയർ. ഇതിൽ നിന്ന് എ ഡി സ്ക്വയർ ഈക്വൽസ് 5 സ്ക്വയർ. ഈ 3 സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 3 സ്ക്വയർ സമം 5 സ്ക്വയർ. 5 × 5 25 മൈനസ് 3 സ്ക്വയർ. 3 × 3 9 16. അപ്പോൾ എ ഡി സ്ക്വയർ സമം 16. അതിൽ നിന്ന് എ ഡി സമം √16 സമം അപ്പോൾ 4. അപ്പോൾ എ ഡിയുടെ നീളം 4 എന്ന് കിട്ടി. പരപ്പളവ് കാണാം. അപ്പോൾ ഹാഫ് ബി എച്ച് ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബി എന്നുള്ളത് ബേസ് ബി സി ആണ് ഇൻറ്റു എച്ച് എന്നുള്ളത് എ ഡി സമം ഹാഫ് ഇൻറ്റു ബി സിയുടെ നീളം 6 സെൻറ്റിമീറ്റർ, എച്ച് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 4 സെൻറ്റിമീറ്റർ. ഈ 2 4-ൽ 2 പ്രാവശ്യം ഹരിച്ചു പോവും. ബാക്കി 6ഉം 2ഉം ആണ് ഇവിടെ ഉള്ളത്. സമം 6 × 2 12. ഇതാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. തെക്കൻ അമേരിക്കയിലെ ഒരു കർഷക കുടുംബത്തിൽ 14 മക്കളിൽ ഒരാളായാണ് ഒല്ലീനിയിൽ ജനിച്ചത്. എല്ലാ മക്കളെയും സ്കൂളിൽ ചേർക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ലെങ്കിലും ഒല്ലീനിലിനെ സ്കൂളിൽ ചേർത്തിരുന്നു. പക്ഷേ അവൻ സ്കൂളിൽ വളരെ വഴക്കാളിയും നിഷേധിയും താന്തോന്നിയുമായിരുന്നു. അധ്യാപകർ പറയുന്നതൊന്നും അവൻ അനുസരിച്ചിരുന്നില്ല. അധ്യാപകരെ അവൻ പേരാണ് വിളിച്ചിരുന്നത്. ഒരു ദിവസം ഇംഗ്ലീഷ് അധ്യാപികയായ ഗ്രേഡി ടീച്ചറെ കരയിക്കുക കൂടി ചെയ്തു അവൻ. അങ്ങനെ ഗ്രേഡി ടീച്ചറെ കരയിച്ച കുട്ടി എന്ന പേരിലാണ് അവൻ സ്കൂളിൽ അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് അവൻ കറങ്ങുന്നതിനിടയിൽ ഗ്രേഡി ടീച്ചർ കുട്ടികൾക്കായി തയ്യാറാക്കിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തിപ്പെട്ടു. അവിടെ പുസ്തകങ്ങൾ തിരയുന്നതിനിടയിൽ ഒരു പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പെൺകുട്ടി അലസമായ വസ്ത്രം ധരിച്ച് സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ഒരു മുഖചിത്രമുള്ള ഒരു പുസ്തകമായിരുന്നു. അവനൊരു കൗതുകം തോന്നി ആ പുസ്തകം എടുത്തു. പക്ഷേ അവൻ പുസ്തകം വായിക്കുന്നത് മറ്റുള്ളവർ അറിയുന്നതായിരുന്നു അവന് മോശമായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൻ ആ പുസ്തകം ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ച് മോഷ്ടിച്ചാണ് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം അവൻ ആ പുസ്തകം വായിച്ചപ്പോൾ അവനൊരു രസം തോന്നി. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കണമെന്ന് തോന്നി. തിരിച്ചവൻ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം കിട്ടി. അവൻ ആ 2ാമത്തെ പുസ്തകവും ഇതേപോലെ മോഷ്ടിച്ചാണ് കൊണ്ടുപോയത്. തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ ഇതേ എഴുത്തുകാരൻ്റെ 3ാമത്തെ പുസ്തകവും കിട്ടി, പിന്നീട് 4ാമത്തെ പുസ്തകവും. ഈ 4 പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് വായനയുടെ സുഖം എന്താണെന്ന് മനസ്സിലായി. അവൻ മറ്റു പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിച്ചു. ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും വായിച്ചു. അങ്ങനെ അവൻ അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൻ പഠിച്ചു, ജയിച്ചു, നിയമത്തിൽ ബിരുദം നേടി. 1991 അർക്കൻസാസിലെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയായ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി. പിന്നീട് അവൻ ജഡ്ജിയായി. വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. അവിടെ ഗ്രേഡി ടീച്ചർ ഒരു വെളിപ്പെടുത്തൽ നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഒല്ലീനിയിൽ ലൈബ്രറിയിലേക്ക് വന്നതും പുസ്തകം മോഷ്ടിച്ച് കടത്തിയതുമെല്ലാം ടീച്ചർ കണ്ടിരുന്നു. ഒരു പുസ്തകം അവൻ വായിക്കുന്നെങ്കിൽ വായിക്കട്ടെ, മോഷണക്കുറ്റത്തിന് പിടിച്ചാൽ അവന് ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ടീച്ചർക്ക് അറിയാമായിരുന്നു.
അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഏത് പുസ്തകമാണ് അവൻ കൊണ്ടുപോയതെന്ന് ടീച്ചർ നോക്കി മനസ്സിലാക്കി ആ എഴുത്തുകാരൻ്റെ രണ്ടാമതൊരു പുസ്തകവും അവിടെ വെച്ചത് ടീച്ചറാണ്. രണ്ടാമത്തെ പുസ്തകവും അവൻ കൊണ്ടുപോകുന്നത് ടീച്ചർ കണ്ടു. അങ്ങനെ ആ എഴുത്തുകാരൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിനായി 70 മൈലോളം സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് സ്വന്തം പൈസ കൊടുത്താണ് ആ പുസ്തകം വാങ്ങി അവിടെ വെച്ചത്. ടീച്ചറുടെ ശ്രമഫലമായാണ് നാലാമത്തെ പുസ്തകവും ടീച്ചർ അവിടെ കൊണ്ടുവച്ചത്. ഈ 4 പുസ്തകങ്ങളും ടീച്ചറാണ് അവിടെ കൊണ്ടുവച്ചതെന്നും വായനയുടെ ലോകത്തേക്ക് അവനെ നയിച്ചത് ടീച്ചറാണെന്നുള്ളതും ഒല്ലീനിയിലിന് ആദ്യത്തെ അറിവായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ മരണസമയത്ത് ഒല്ലീനിയിൽ അവിടെ എത്തുകയും ടീച്ചർ അവനെ വായനയുടെ ലോകത്തേക്ക് നയിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്ന് അവിടെ പ്രസ്താവിക്കുകയും ചെയ്തു. കുട്ടികളെ, വായന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ, സ്വഭാവത്തെ, ജീവിതത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഈ ഒരൊറ്റൊരു ഉദാഹരണം മതി. വായന ഒരു ലഹരിയാക്കുക, അത് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് ലഹരിയാക്കും. 5th question. Given that one angle of an isosceles triangle is 70 degree, what can we say about the other angles? ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 70 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകളെക്കുറിച്ച് എന്തൊക്കെ പറയാം? ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 70 ഡിഗ്രി എന്നേ തന്നിട്ടുള്ളൂ. അത് ഏത് കോണാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എ ബിയും എ സിയും തുല്യവശങ്ങളായിട്ടുള്ള ഒരു സമപാർശ്വ ത്രികോണമാണ്. ഐസോസലസ് ട്രയാങ്കിളാണിത്. ഈ തുല്യവശങ്ങൾക്കെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമാവും. ഈ 70 ഡിഗ്രി എന്നുള്ളത് ഒന്നുകിൽ ഈ കോണാവാം, അല്ലെങ്കിൽ തുല്യമല്ലാത്ത ഈ ഒരു കോണാവാം. ആദ്യം നമുക്ക് തുല്യമല്ലാത്ത ഈ ഒരു കോണാണ് 70 ഡിഗ്രി എന്നെടുക്കാം. എങ്കിൽ ഈ കോണുകൾ എന്താവും? ഇപ്പോൾ ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. അപ്പോൾ കോൺ എ എന്നുള്ളതാണ് നമ്മൾ 70 എടുത്തിരിക്കുന്നത്. കോൺ ബി പ്ലസ് കോൺ സി ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 180. അപ്പോൾ കോൺ ബി പ്ലസ് കോൺ സി എന്നുള്ളത് 180. ഈ 70 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -70 സമം 110. ഈ 2 കോണുകളുടെ തുക 110ഉം ഈ കോണുകൾ തുല്യവുമാണെങ്കിൽ ഓരോ കോണും ഈ 110ൻ്റെ പകുതി ആയിരിക്കും. /2 സമം 55. അപ്പോൾ ഓരോ കോണും 55 വീതമായിരിക്കും. ഈ കോൺ 55, ഈ കോണും 55. ഇനി ഒരു സാധ്യതയും കൂടി ഉള്ളത്, ഒരു സമപാർശ്വ ത്രികോണം പി ക്യു ആർ, ഈ 2 വശങ്ങളാണ് തുല്യമായിട്ടുള്ളത്. പി ക്യൂവും പി ആറും തുല്യമാണ്. അപ്പോൾ ഈ തുല്യവശങ്ങൾക്കെതിരെയുള്ള ഈ കോണും ഈ തുല്യവശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തുല്യമല്ലാത്ത കോണാണ് 70 ഡിഗ്രി ആയിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് തുല്യമായ കോൺ 70 ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ കോൺ 70 ആണ്, ഈ കോണും 70 ആണ്. അപ്പോൾ ഇനി ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ കോൺ പി പ്ലസ് കോൺ ക്യൂ പ്ലസ് കോൺ ആർ സമം 180. കോൺ പി നമുക്കറിയില്ല, ക്യൂവും ആറും 70 വീതമാണെന്ന് അറിയാം. അപ്പോൾ കോൺ ക്യൂ എന്നുള്ളത് 70 പ്ലസ് കോൺ ആർ 70 സമം 180. അപ്പോൾ കോൺ പി പ്ലസ് 70ഉം 70ഉം 140 സമം 180. കോൺ പി സമം 180 മൈനസ് 140 സമം 40. അപ്പോൾ കോൺ പി സമം 40. അപ്പോൾ ഈ കോൺ 40 ആയിരിക്കും. ആദ്യം നമ്മൾ തുല്യമല്ലാത്ത കോണാണ് 70 ഡിഗ്രി ആയിട്ട് എടുത്തത്. അപ്പോൾ തുല്യമല്ലാത്ത കോൺ 70 ഡിഗ്രി ആണെങ്കിൽ തുല്യമായ കോണുകൾ 55 ഡിഗ്രി വീതമായിരിക്കും. ഇനി രണ്ടാമത് തുല്യമായ കോണുകൾ നമ്മൾ 70 ഡിഗ്രി വീതം എടുത്തു. അപ്പോൾ തുല്യമല്ലാത്ത കോൺ 40 ഡിഗ്രി. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി നോൺ ഈക്വൽ ഐസോസലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 70 ആൻഡ് വൺ സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്? ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം? ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററും വരുന്ന വിധത്തിൽ എത്ര തരത്തിൽ വരയ്ക്കാമെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണത്തിൽ 70 ഡിഗ്രി എന്നുള്ളത് 2 തരത്തിൽ നമുക്ക് അടയാളപ്പെടുത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തു. ഈ സമപാർശ്വ ത്രികോണത്തിൽ ഇത് തുല്യമായ വശങ്ങളാണ്. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈ കോണുകളും തുല്യമാണ്. തുല്യമല്ലാത്ത കോൺ നമുക്ക് 70 ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൽ ഈ പാദം എന്നുള്ളത് നമുക്ക് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഈ ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഈ 2 വശങ്ങളും തുല്യമാണ്, എതിരെയുള്ള ഈ കോണുകൾ തുല്യമാണ്. ഇതിലും തുല്യമല്ലാത്ത കോണ് നമുക്ക് 70 ഡിഗ്രി എടുക്കാം. ഇതിൽ തുല്യമല്ലാത്ത കോണാണ് നമ്മൾ 70 ഡിഗ്രി ആയിട്ട് എടുത്തത്. തുല്യമല്ലാത്ത വശം 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. ഇതിലും തുല്യമല്ലാത്ത കോണാണ് നമ്മൾ 70 ഡിഗ്രി എടുക്കുന്നത്. പക്ഷേ ഇതിൽ തുല്യമായ വശം നമുക്ക് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഈ വശവും നമുക്ക് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. തുല്യമല്ലാത്ത കോൺ 70 ഡിഗ്രി വരുന്ന സമപാർശ്വ ത്രികോണത്തിൽ
രണ്ട് തരത്തിൽ നമുക്ക് 8 സെൻറ്റിമീറ്റർ ഈ ഒരു വശം അടയാളപ്പെടുത്താം. ഒന്ന് തുല്യമായ വശങ്ങൾ 8 സെൻറ്റിമീറ്റർ എടുക്കാം, ഒന്ന് തുല്യമല്ലാത്ത വശം 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഇതിൽ നമ്മൾ തുല്യമല്ലാത്ത കോണാണ് 70 ഡിഗ്രി എടുത്തത്. അടുത്ത ഈ ത്രികോണത്തിൽ ഈ രണ്ട് വശങ്ങളാണ് തുല്യം. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈ കോണുകൾ തുല്യമാണ്. അപ്പോൾ ഇതിൽ തുല്യമായ കോണുകൾ 70 ഡിഗ്രി എടുക്കാം. ഈ കോണും 70 ഡിഗ്രി എടുക്കാം. ഇതിലും തുല്യമല്ലാത്ത വശം 8 സെൻറ്റിമീറ്റർ എടുക്കാം. അതേപോലെ ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ 70 ഡിഗ്രി എടുക്കാം. ഇതിൽ തുല്യമായ വശങ്ങൾ 8 സെൻറ്റിമീറ്റർ എടുക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിൽ 70 ഡിഗ്രി എന്ന കോൺ രണ്ട് തരത്തിലാണ് വരാൻ സാധ്യത. ഒന്ന് തുല്യമല്ലാത്ത കോൺ 70 ഡിഗ്രി വരാം, ഒന്ന് തുല്യമായ കോണുകൾ 70 വരാം. ഇനി തുല്യമല്ലാത്ത കോണാണ് 70 ഡിഗ്രി വരുന്നതെങ്കിൽ അതിൽ തുല്യമല്ലാത്ത വശം 8 സെൻറ്റിമീറ്റർ വരാം, അതൊരു സാധ്യത. ഇനി വീണ്ടും തുല്യമല്ലാത്ത കോൺ തന്നെ 70 ഡിഗ്രി വരുന്നു, അതിൽ തുല്യമായ വശങ്ങൾ 8 സെൻറ്റിമീറ്റർ വരാം. അപ്പോൾ തുല്യമല്ലാത്ത കോൺ 70 ഡിഗ്രി വരുന്നതിൽ തന്നെ 8 സെൻറ്റിമീറ്റർ വരാൻ രണ്ട് സാധ്യതയാണുള്ളത്. അതേപോലെ അടുത്തത് തുല്യമായ കോണുകൾ 70 ഡിഗ്രി വരാം, അതിലും തുല്യമായ വശങ്ങൾ 8 സെൻറ്റിമീറ്റർ വരാം, തുല്യമല്ലാത്ത വശവും 8 സെൻറ്റിമീറ്റർ വരാം. ഒരു സമപാർശ്വ ത്രികോണത്തിലെ ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററും വരാനായിട്ട് ഈ 4 വ്യത്യസ്ത സാധ്യതകളാണുള്ളത്. ഈ ചാപ്റ്റർ കൂടെ അവസാനിക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയ ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ നൗ. താങ്ക്